കേരളത്തിലെ UDF ചെയ്തത് BJP ഒപ്പം നിർത്തി. ഒപ്പം BJPയെ പോലെ തന്നെ അതിൻ്റെ കൗണ്ടറാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമി. അതിനെയും അവരൊപ്പം നിർത്തി. ഈ രണ്ടിനെയും ഒപ്പം നിർത്തിയിട്ടുള്ള ഒരു വർഗീയ കൂടാരമാണ് UDF എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഹിന്ദു വർഗീയവാദികൾക്കെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഹിന്ദുക്കൾക്കെതിരായിട്ടോ, മുസ്ലിം വർഗീയവാദികൾക്കെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരായിട്ടോ അല്ല. എന്നാൽ ഈ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട വർഗീയ കോറായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ RSS സംഘപരിവാർ വിഭാഗത്തെയും ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പ് ഇനിയും തുടരുകയാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവരാണെങ്കിൽ 4 വോട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഇപ്പം കൂട്ടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് VD സതീശൻ പറയുകയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാം രാഷ്ട്രം, ഇസ്ലാം ലോകം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഇത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് സമസ്ത ഉൾപ്പെടെയുള്ളവരുടെ 100ാം സമ്മേളനത്തിൽ ശക്തിയായിട്ടുള്ള എതിർപ്പ് ഈ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനും ആ മുന്നണിക്കുമെതിരായിട്ട് വന്നത്. ജമാഅത്തെ ഇസ്ലാമിനെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്ന പ്രശ്നം വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ട് അതിശക്തിയായ പ്രമേയം തന്നെ അവർ പാസ്സാക്കി സമസ്തയുടെ 100ാം വാർഷികത്തിൽ. അതുപോലെ തന്നെ AP സുന്നി വിഭാഗവും അതിശക്തിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തു. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ശക്തികൾ നടത്തിയ വർഗീയ വിരുദ്ധ പ്രചരണത്തിന് നല്ല പിന്തുണ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വോട്ട് ചിലപ്പോൾ തൂക്ക് പരാജയപ്പെടുക, അല്ലെങ്കിൽ കുറച്ച് ഏകീകരണം ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ SIR ഉണ്ടാക്കിയത് ഈ പിണറായി വിജയനാണെന്ന് പറഞ്ഞ് നടത്തിയുള്ള കള്ളപ്രചാര വേലയാണ്. അതിനെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നല്ലപോലെ അപ്പോൾ തന്നെ ഇടപെട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ക്വാഡ് വർക്കും പ്രവർത്തനവും പോകണം. അതിൽ നമുക്ക് വീഴ്ചയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അതാണ് കാര്യം. അല്ലാണ്ട് ഞങ്ങൾക്ക് എതിരായിട്ട് മുസ്ലിം ഏകീകരണം ഉണ്ടായി എന്ന് പറയുന്ന കാര്യമില്ല. കാരണം 10 ലക്ഷം വോട്ട് മലപ്പുറത്ത് കിട്ടിയത് വേറെ ആരോ